Basic Science, Class 5, Unit 3, Celestial Shadow Sites. We live in a world filled with light. Imagine a world without light. How difficult it would be if we cannot see the object around us. പ്രകാശപൂരിതമായ ഒരു ലോകത്താണല്ലോ നാം ജീവിക്കുന്നത്. വെളിച്ചമില്ലാത്ത ലോകമൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ചുറ്റുപാടുമുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥ എത്ര പ്രയാസമേറിയതായിരിക്കും. Light is essential to see objects. How many are the wonderful sights around us? The enamoring beauty of nature, the colorful sunrise and sunset, the 17th rainbow, and so on. Can we see them if there is no light? വസ്തുക്കളെ കാണണമെങ്കിൽ പ്രകാശം കൂടിയേ തീരൂ. നമുക്ക് ചുറ്റും എന്തെല്ലാം മനോഹരമായ കാഴ്ചകളാണുള്ളത്. മനം കവരുന്ന പ്രകൃതി ഭംഗിയും നിറങ്ങളാൽ മനോഹരമായ ഉദയാസ്തമയങ്ങളും ഏഴഴകുള്ള മഴവില്ലും എല്ലാം വെളിച്ചമില്ലെങ്കിൽ നമുക്ക് കാണാനാകുമോ? Who is not fascinated by the pleasant morning sights of sunrise filtering through the leaves? പ്രഭാതങ്ങളെ ഏറെ സുന്ദരമാക്കി ഇലകൾക്കിടയിലൂടെ കടന്നു വരുന്ന സൂര്യകിരണങ്ങൾ ആരെയാണ് ആകർഷിക്കാത്തത്? Have you seen light straining through a gap between tiles in a smoke-filled kitchen? നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ ഓടിന്റെ വിടവിലൂടെ സൂര്യപ്രകാശം എത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? How does the path of light appear when a torch is light at night? രാത്രിയിൽ ടോർച്ച് തെളിക്കുമ്പോൾ പ്രകാശം സഞ്ചരിക്കുന്ന പാത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? Why does the light from a vehicle move off the road when the vehicle turns a curve? വളവ് തിരിയുന്ന സമയത്ത് വാഹനങ്ങളിൽ നിന്നുള്ള പ്രകാശം റോഡിൽ നിന്ന് മാറിപ്പോകുന്നത് എന്തുകൊണ്ടാകും? Were you able to identify any particularity of light in these situations? പ്രകാശത്തിന്റെ ഏതെങ്കിലും ഒരു സവിശേഷത നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? Here we can see a picture. Ammu is trying to view the light emitted by a burning candle kept at the distance by arranging 3 cards. What are the things to be taken care of to make this possible? Let us try to do Ammu's experiment. 3 കാർഡുകൾ ക്രമീകരിച്ച് ദൂരെയുള്ള മെഴുകുതിരിയുടെ വെളിച്ചം കാണാൻ ശ്രമിക്കുകയാണ് ചിത്രത്തിൽ അമ്മു. ഇത് സാധ്യമാവണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അമ്മു ചെയ്യുന്ന പരീക്ഷണം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. Make holes in the 3 thick cardboards as shown in the figure. Arrange them in such a way that the flame of the burning candle is visible through the holes. കട്ടിയുള്ള 3 കാർഡ്ബോർഡുകളിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ സുഷിരങ്ങൾ ഉണ്ടാക്കൂ. കത്തുന്ന മെഴുകുതിരിയുടെ നാളം കാണുന്ന രീതിയിൽ കാർഡുകൾ ക്രമീകരിച്ചു നോക്കൂ. In which arrangement of card is it possible for you to see the flame? എങ്ങനെ ക്രമീകരിക്കുമ്പോഴാണ് നമുക്ക് മെഴുകുതിരി നാളം കാണാൻ കഴിയുന്നത്? Why are you unable to see the flame when the position of the middle cardboard changed slightly? മധ്യത്തിലുള്ള കാർഡിന്റെ സ്ഥാനം അല്പം മാറ്റി നോക്കൂ. മെഴുകുതിരി നാളം കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാകും? Have you noticed that the flame cannot be seen even if there is only the slightest shift in the position of any of the 3 cardboards? ഏത് കാർഡ്ബോർഡിന്റെ സ്ഥാനം മാറ്റിയാലും മെഴുകുതിരി കാണാനാവുന്നില്ലല്ലോ. Record the findings of this experiment in your science diary. There are so many such instances that prove that light travels in a straight line. Aren't you curious to know more about light? ഈ പരീക്ഷണത്തിന്റെ ഫലം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി നോക്കൂ. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. പ്രകാശത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമില്ലേ? Substances which allow light to pass through and those which do not. പ്രകാശം കടത്തിവിടുന്നവയും കടത്തിവിടാത്തവയുമായ വസ്തുക്കളെ നമുക്കൊന്ന് പരിശോധിക്കാം. Does light pass through all substances? Let us find it. പ്രകാശം എല്ലാ വസ്തുക്കളിലൂടെയും കടന്നു പോകുമോ? നമുക്ക് കണ്ടെത്താം.
ഇതിനാവശ്യം ഗ്ലാസ് ഷീറ്റ്, തകരപാത്രം, എണ്ണ പുരട്ടിയ കടലാസ്, ഉരച്ച ഗ്ലാസ്, കാർഡ്ബോർഡ്, മരക്കട്ട, പന്ത്, ടോർച്ച് എന്നിവയാണ്. മെറ്റീരിയൽസ് റിക്വയർഡ് ആർ ഗ്ലാസ് ഷീറ്റ്, മെറ്റൽ വെസൽ, ഓയിൽ പേപ്പർ, ഗ്രൗണ്ട് ഗ്ലാസ്, cardboard, block of wood, bar and torch. Direct the torch light onto a wall. Observe the changes different objects are introduced into the path of light. ടോർച്ച് ഉപയോഗിച്ച് ഭിത്തിയിൽ പ്രകാശം പതിപ്പിക്കൂ. ടോർച്ചിനും ഭിത്തിക്കും ഇടയിൽ വിവിധ വസ്തുക്കൾ മാറി മാറി വെച്ച് നോക്കൂ. അപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കൂ. Record your observations. The different materials may be classified on the basis of transmission of light through them. നിരീക്ഷിച്ച കാര്യങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതി ചേർക്കൂ. പ്രകാശം കടത്തിവിടുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വസ്തുക്കളെ തരംതിരിക്കാം. Does light pass through all objects? Aren't there objects which do not permit light to pass through them, and those which do it only partially? എല്ലാ വസ്തുക്കളും പ്രകാശത്തെ കടത്തിവിടുന്നതാണോ? കടത്തിവിടാത്തവയും ഭാഗികമായി കടത്തിവിടുന്നവയും കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലായില്ലേ? ഒബ്ജക്ട്സ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം കംപ്ലീറ്റ്ലി ആർ ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ്, അതായത് സുതാര്യ വസ്തുക്കൾ. ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം ആർ ഒപ്പേക്ക് ഒബ്ജക്ട്സ്, അതായത് അതാര്യ വസ്തുക്കൾ. ഒബ്ജക്ട്സ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം പാർഷ്യലി, അതായത് ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളെ നമുക്ക് അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് പറയാം. ക്ലാസിഫൈ ഫെമിലിയർ സബ്സ്റ്റൻസസ് ഇൻടു ട്രാൻസ്പെറന്റ് ആൻഡ് ഒപ്പേക്ക് സബ്സ്റ്റൻസസ് ആൻഡ് ടാബ്ലേറ്റ് ദം. ദ ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സ് വിൽ ഹെൽപ്പ് യു ടു ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് സച്ച് സബ്സ്റ്റൻസസ്. പരിചിതമായ വസ്തുക്കളെ നമുക്ക് സുതാര്യ വസ്തുക്കൾ, അധാര്യ വസ്തുക്കൾ, അർദ്ധധാര്യ വസ്തുക്കൾ എന്നിങ്ങനെ തരംതിരിച്ച് എഴുതി നോക്കാമല്ലോ. പരമാവധി വസ്തുതകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമുക്ക് ചില ചോദ്യങ്ങൾ പരിശോധിക്കാം. ഖരപദാർത്ഥങ്ങൾ എല്ലാം അധാര്യ വസ്തുക്കളാണോ? ആർ ആൾ സോളിഡ് സബ്സ്റ്റൻസസ് ഒപ്പേക്ക്? ആറെന്റ് ദെയർ ട്രാൻസ്പെറന്റ് ലിക്വിഡ്സ്? ദ്രാവകങ്ങളിലും സുതാര്യമായ ദ്രാവകങ്ങളില്ലേ? ആറെന്റ് ദെയർ ഒപ്പേക്ക് ലിക്വിഡ്സ്? അധാര്യ ദ്രാവകങ്ങളും ഇല്ലേ? അതായത് പ്രകാശം കടത്തിവിടാത്ത ദ്രാവകങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ പരിചിതമായവ ഇല്ലേ? ആറെന്റ് ദെയർ ട്രാൻസ്പെറന്റ് ലിക്വിഡ്സ്? ദ്രാവകങ്ങളിൽ അർദ്ധധാര്യ വസ്തുക്കളെയും നിങ്ങൾക്ക് കണ്ടെത്താനാവുന്നില്ലേ? ആറെന്റ് ഗ്യാസസ് ജനറലി ട്രാൻസ്പെറന്റ്? വാതകങ്ങൾ പൊതുവെ സുതാര്യ വസ്തുക്കൾ ആണോ? യു നോ ദാറ്റ് വാട്ടർ ഈസ് എ ട്രാൻസ്പെറന്റ് ലിക്വിഡ്. ക്യാൻ യു മേക്ക് വാട്ടർ ഒപ്പേക്ക്? ഹൗ? റൈറ്റ് ഡൗൺ യുവർ സജഷൻസ് ഇൻ ദ സയൻസ് ഡയറി. സാധാരണയായി വെള്ളം സുതാര്യ ദ്രാവകമാണെന്ന് അറിയാമല്ലോ. ജലത്തിനെ അധാര്യമാക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാനാവും? നിർദ്ദേശങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി നോക്കൂ. ഹൗ ഡു വി മേക്ക് യൂസ് ഓഫ് ട്രാൻസ്പെറൻസി ആൻഡ് opacity of objects in the daily life? You may conduct a seminar based on this subject. Consider the indicators given below. If air, glass pieces, etc. were opaque, what will happen? If all solid substances are transparent, what will happen? The use and need of opaque substances in the daily life. നമുക്ക് നിത്യജീവിതത്തിലെ വസ്തുക്കളുടെ അധാര്യതയും സുതാര്യതയും ഏതു വിധത്തിലാണെന്ന് പ്രയോജനപ്പെടുത്തുന്നതെന്ന് ഒന്ന് പരിശോധിക്കാം. ഈ വിഷയം അടിസ്ഥാനമാക്കി ഒരു സെമിനാർ നടത്തി നോക്കൂ. താഴെ പറയുന്ന സൂചനകൾ പരിഗണിക്കുക. വായു, ചില്ല് എന്നിവ അധാര്യ വസ്തുക്കളായിരുന്നെങ്കിലോ? ഖരപദാർത്ഥങ്ങളെല്ലാം സുതാര്യ വസ്തുക്കളായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? അധാര്യ വസ്തുക്കളുടെ ഉപയോഗവും ആവശ്യകതയും നമ്മുടെ നിത്യജീവിതത്തിൽ എന്തെല്ലാമാണ്? Now we can discuss about shadows. We have understood the use of opaque objects in our daily life. Opaque objects can cast shadows. Let us look at some games based on this fact. അധാര്യ വസ്തുക്കൾ നിത്യജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അധാര്യ വസ്തുക്കൾക്ക് നിഴൽ ഉണ്ടാക്കാൻ കഴിയും എന്ന വസ്തുത ഉപയോഗപ്പെടുത്തുന്ന ചില കളികൾ നമുക്ക് നോക്കാം.
Let us make shadow figures. Here there is a picture of a bird. Let us see how to make shadow figures. Cut the shapes carefully from a cardboard as shown in the figure. Each shape need only be 1/4 of the size of a postcard. Prepare a handle to fixing a thin stick on its shapes. Hold this card near a wall and direct light from a powerful torch on it. Observe the shadow patterns seen on the wall. Move the card closer on the torch. Do you see any changes in the shadow? How do the size and clarity of the shadow change when the card is moved further away from the wall? Do you like the experiment using shadow pictures? നമ്മുടെ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള രൂപങ്ങൾ കട്ടിയുള്ള ഒരു കടലാസിൽ ശ്രദ്ധാപൂർവ്വം വെട്ടിയെടുക്കണം. ഒരു പോസ്റ്റ് കാർഡിന്റെ 4/1 വലിപ്പത്തിലാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. വെട്ടിയെടുത്ത ചിത്രങ്ങളിൽ ഒരു ഈർക്കിൽ കഷ്ണം ഒട്ടിച്ചിട്ട് അതിനൊരു പിടി തയ്യാറാക്കുക. ഇനി നിങ്ങളുടെ ചുമരിനോട് അടുത്ത് പിടിച്ച് കാർഡിലേക്ക് നല്ല പ്രകാശമുള്ള ഒരു ടോർച്ച് തെളിയിച്ചു നോക്കൂ. ഭിത്തിയിൽ കാണുന്ന നിഴൽ ചിത്രത്തിന്റെ പാറ്റേണുകൾ നിരീക്ഷിക്കൂ. ടോർച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് കാർഡ് ചുമരിൽ നിന്നും അല്പം അകറ്റി നോക്കുക. നിഴൽ ചിത്രത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. ഭിത്തിയിൽ നിന്ന് കാർഡ് കൂടുതൽ അകറ്റിയാൽ നിഴൽ ചിത്രങ്ങളുടെ വലിപ്പത്തിനും വ്യക്തതയ്ക്കും എന്തു മാറ്റമാണ് വരുന്നത്? ഇതുപോലുള്ള കളികൾ നമുക്ക് മറ്റ് രീതിയിൽ ഉള്ള കാർഡ്ബോർഡ് കഷ്ണങ്ങൾ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. We have carried out this activity only by making use of light and shadow. നമ്മൾ നിഴലിന്റെയും വെളിച്ചത്തിന്റെയും പ്രത്യേകതകൾ മാത്രം പ്രയോജനപ്പെടുത്തിയാണ് ഈ പ്രവർത്തനം ചെയ്തത്. Look at the shadow of the pictures formed when you hold your fingers in different ways in the path of light. നിങ്ങളുടെ കൈവിരലുകൾ പ്രകാശപാതയിൽ പ്രത്യേക ആകൃതിയിൽ പിടിച്ചാൽ ഉണ്ടാക്കാവുന്ന നിഴൽ ചിത്രങ്ങൾ നോക്കൂ. By practicing this with your friends, you will be able to master the technique easily. ഇത് നിങ്ങളുടെ വീടുകളിൽ ഒന്ന് പരിശീലിച്ച് നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം രൂപങ്ങൾ ചുമരിൽ ഉണ്ടാക്കിയെടുക്കാൻ, നിഴൽ ചിത്രങ്ങളായി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്കും കഴിയും. You can make more shadow pictures by experimenting yourself. What about arranging a show using such shadow pictures? ഇങ്ങനെ പരിശീലനത്തിലൂടെ നമുക്ക് മനോഹരമായ രൂപങ്ങൾ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ചുമരിൽ പതിപ്പിച്ചെടുക്കാൻ കഴിയും. ഇങ്ങനെ ഒരു നിഴൽ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം പോലെ നമുക്ക് നടത്തി നോക്കിയാലോ? Make beautiful cutouts using your imagination and organize a group wise to show your class. Haven't you heard of shadow puppetry? It is a visual art making use of shadows. നമ്മൾ ഇപ്പോൾ ചുമരിൽ ഉണ്ടാക്കിയതുപോലെ വിരലുകൾ ഉപയോഗിച്ച് അവയുടെ നിഴലുകൾ ഉപയോഗിച്ച് ചുമരിൽ വിവിധ ജീവികളുടെയൊക്കെ ചിത്രങ്ങൾ ഉണ്ടാക്കിയതുപോലെ നിഴൽ പാവക്കൂത്ത് എന്നൊരു കലാരൂപം തന്നെയുണ്ട്. ഇത് നിഴലുകൾ ഉപയോഗിച്ചാണ് ഈ ദൃശ്യ കലാവിരുന്ന് നടത്തുന്നത്. ഹാവ് യു ഹേർഡ് അബൌട്ട് ഷാഡോ പപ്പട്രി? നിഴൽ പാവക്കൂത്തിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിഴൽ പാവക്കൂത്ത് രാത്രി കാലങ്ങളിലാണ് നടത്തുന്നത്. അതിൽ ഇത്തരം പാവകളെ, വിവിധ തരത്തിലുള്ള പാവകളെ ഒരു ചരട് ഉപയോഗിച്ച് ചലിപ്പിച്ച് അവയുടെ നിഴലുകൾ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു സ്ക്രീനിൽ പതിപ്പിച്ചാണ് നിഴൽ പാവക്കൂത്ത് നടത്തുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആകാശഗോളങ്ങളുടെ നിഴലുകൾ എത്തരത്തിലുള്ളതാണെന്ന് പരിചയപ്പെടാം.